പാലക്കാട്ടെ തോൽവിയിൽ ബി.ജെ.പിയിൽ പടയൊരുക്കം ശക്തമാകുന്നതിനിടെ രാജ്യസന്നദ്ധത അറിയിച്ച് കെ സുരേന്ദ്രൻ. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയെയും ബി.എൽ. സന്തോഷിനെയുമാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതായി സുരേന്ദ്രൻ അറിയിച്ചു. എന്നാൽ രാജിവെക്കേണ്ടതില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. വിവാദങ്ങൾക്കിടെ നേതൃയോഗം നാളെ എറണാകുളത്ത് ചേരുകയുമാണ്. വി വിനോദ് ചേരുന്നു. വിനോദ്, ബി.ജെ.പിയിൽ തോൽവിക്ക് ശേഷം, പാലക്കാട്ടെ തോൽവിക്ക് ശേഷം വലിയ ചലനങ്ങളാണ് ഇടവെക്കുന്നത്. സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചാൽ ദേശീയ നേതൃത്വം അത് നിരാകരിക്കുന്നു, ആ നീക്കം വേണ്ട എന്നറിയിക്കുന്നു. എന്താണ് ബി.ജെ.പിയിൽ സംഭവിക്കുന്നത്? സുരേന്ദ്രന്റെ നിലപാട് എന്താണ്? പാലക്കാട് തോൽവി ബി.ജെ.പി. സംസ്ഥാന ഘടകത്തെ ആകെ പിടിച്ചുലയ്ക്കുകയാണ്. കെ സുരേന്ദ്രൻ രാജിവെക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ അത് ഇപ്പോൾ ഉയർന്നു വരുന്നു. രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. ദേശീയ അധ്യക്ഷനെയും അതോടൊപ്പം തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിയെയും ബി.എൽ. സന്തോഷിനെയും ജെ.പി. നദ്ദയെയും അദ്ദേഹം ഈ വിവരങ്ങൾ അറിയിച്ചു. താൻ രാജിക്ക് സന്നദ്ധനാണ് എന്ന കാര്യം. പാലക്കാട് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് സുരേന്ദ്രൻ ഇങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാകുന്നതെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, എൻ ശിവരാജൻ കഴിഞ്ഞ ദിവസം സി കൃഷ്ണകുമാറിനെതിരെ ആഞ്ഞടിച്ച എൻ ശിവരാജൻ ഇന്ന് സുരേന്ദ്രനെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്നു. താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയെ തലയിൽ കെട്ടിവെച്ചു എന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ ഘടകത്തിൽ ഒരു വിഭാഗം നേതാക്കൾ പോകുന്നത്. മാത്രമല്ല, നഗരസഭാ കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കാനാണ് നീക്കമെങ്കിൽ അത് ചെറുക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ നഗരസഭാ ചെയർപേഴ്സണും വാർത്താ സമ്മേളനം നടക്കും. ഈ നഗര കേന്ദ്രീകൃതമായി വോട്ടുകൾ കുറഞ്ഞു, അത് നഗരസഭാ കൗൺസിലർമാരുടെ പിടിപ്പുകേടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനമുണ്ടായാൽ, അങ്ങനെ നടപടിയിലേക്ക് പോയാൽ അത് വലിയ വിഷയങ്ങളിലേക്ക് പോകുമെന്ന സൂചന തന്നെയാണ് ശിവരാജന്റെ വാക്കുകൾ നൽകുന്നത്. മാത്രമല്ല, സി കൃഷ്ണകുമാറിനെതിരെ സാമ്പത്തിക ആരോപണം കൂടി ശിവരാജൻ ഉന്നയിക്കുന്നുണ്ട്.